ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ബ്യൂട്ടി ടിപ്പ് കാണിക്കണോ അതോ സൂപ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ചാൽ മതിയോ? എന്നും ടിപ്പ് ചെയ്താൽ നിങ്ങൾക്കും അതൊരു ബോറാണോ? നിങ്ങളൊട്ട് ചെയ്യുന്നതുമില്ല, ഞാൻ കൂട്ടില്ല നിങ്ങളെയൊന്നും കേട്ടോ. എന്നും ചെയ്ത് കാണിക്കുന്നതൊക്കെ ചെയ്ത് നോക്കിയാൽ എന്താ എളുപ്പത്തിനുള്ള ടിപ്പുകളല്ലേ കാണിച്ചിരുന്ന ഈ സൂപ്പു. ഞാൻ മിണ്ടത്തില്ല കേട്ടോ. അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ കുറിച്ച് മീനെ ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ട്. അവൻ കുളിച്ചതിന് ശേഷം എനിക്കും കുളിക്കണമെന്നും പറഞ്ഞു കേട്ടോ. അവനും കുളിച്ചു, ഞാനും കുളിച്ചു കേട്ടോ. കുറിച്ചിന്നാന്ന് തോന്നുന്നു കേട്ടോ അതിന് പറയുന്നത്. ഞാൻ അതിനങ്ങനെ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ പണ്ടത്തെ വൃശ്ചിക മാസത്തിൻ്റെ ഒരു കാലാവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇപ്പോഴ് നമുക്ക് വൃശ്ചിക മാസമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൊച്ചുനാളത്തെ വൃശ്ചിക മാസം എന്ന് പറയുന്നത് നല്ല മഞ്ഞ്, കോടമഞ്ഞെന്നൊക്കെ പറയത്തില്ല, നല്ല മഞ്ഞും തണുപ്പാണ്. മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ ഇങ്ങനെ മഞ്ഞ് തുള്ളിയും കരിയിലൊന്നും കാണുന്നില്ല. ഇവിടെ എപ്പോഴും ക്ലീൻ ആക്കി ഇട്ടേക്കുന്നതുകൊണ്ട് കരിയിലൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് അയ്യത്തം കാണാൻ പോകണം, കരിയില കാണണമെങ്കിൽ കേട്ടോ. ആ കരിയിലക്കകത്തൊക്കെ ഇങ്ങനെ ആ മഞ്ഞ് വെള്ളമൊക്കെ വീണ് നനവൊക്കെ അല്ലേ, നല്ല രസമില്ലേ. എന്നിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചുനാളത്തെ കാര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഉള്ള കേട്ടോ. അന്നാണെങ്കിൽ 8:30 പോയാൽ മതി ട്യൂഷന്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രായമായവരൊക്കെ ഉണ്ട്. ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അപ്പുറത്ത് വീടുണ്ടെങ്കിലും ഇതിനേക്കാളും അടുത്താണ് എൻ്റെ സ്വന്തം വീട്ടിൽ കേട്ടോ. അപ്പോഴവിടെ അമ്മൂമ്മമാരും എന്നെ കാട്ടിലും പ്രായമുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോഴവർ കൊച്ചു പിള്ളേരും ഉണ്ട്, എൻ്റെ അത്രയുള്ള വീക്രികളും ഉണ്ട്. ആ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ നല്ല പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മരിച്ചുപോയി. എപ്പോഴും ഞാൻ ഇവിടെ ആണെങ്കിലും ഞാൻ അവരെയൊക്കെ ഓർക്കും കേട്ടോ. അവരൊക്കെ ഇങ്ങനെ രാവിലെ തണുപ്പ് അവർക്ക് സഹിക്കാൻ വയ്യ. അവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കരിയില കുറേശ്ശെ ഒത്തിരി കരിയില കൊണ്ടിടും. എന്നിട്ട് കുറേ കരിയില ആയിട്ട് അവർ തീ കാച്ചുമെന്നാണ് പറയുന്നത്. അന്ന് ആ സമയത്ത് നമ്മൾ തീ കാച്ചുവാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് നല്ല രസം. എന്നിട്ട് നടുക്ക് ഈ കരിയിലെല്ലാം കൂടെ വാരിയിട്ട് കുഞ്ഞായിട്ട് തീ കത്തിക്കും. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കുമല്ലേ നമ്മൾ. എന്നിട്ട് കൈയൊക്കെ നീട്ടി ഇങ്ങനെ ചൂട് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കവടത്തൊക്കെ വയ്ക്കുക. എന്ത് രസമായിരുന്നു കേട്ടോ ആ പണ്ടുള്ള കാലം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് തീ കാച്ചുമായിരുന്നു. അതൊക്കെ ഒരു നമുക്ക് എന്താ ഭയങ്കര ഒരു നല്ല കേട്ടോ മധുരിക്കുന്ന ഓർമ്മകളാണ്. എന്നിട്ട് അവരൊക്കെ ഈ അയ്യത്തും മുറ്റത്തും ഒക്കെ ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ചീനിക്കിഴങ്ങ് ചുട്ട് നമുക്ക് തരുമായിരുന്നു. അതും ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ ആരും കഴിക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പം ഇന്ന് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിരുന്നപ്പോൾ ഞാൻ അതൊക്കെ ഓർക്കും കേട്ടോ. ഈ ഒരു കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു അന്നത്തെ വൃശ്ചിക മാസത്തിൽ അല്ലേ. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആരും മുറ്റത്തൊന്നും ഇറങ്ങുന്നില്ല. രാവിലെ ആണെങ്കിൽ തന്നെയും അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. പക്ഷെ അന്നത്തെ ആ നമ്മുടെ കേട്ടോ എൻ്റെ കൊച്ചു നാടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പം ആരും തീ കാച്ചൊന്നും ഒന്നുമില്ല. എല്ലാവരും ഓടി പറിച്ചിലടന്ന് ഉറങ്ങാനൊന്നും നോക്കത്തില്ല. മക്കളമാരെയൊക്കെ രാവിലെ വിടണ്ടേ. ഇന്ന് ഞാനതൊക്കെ ഓർത്ത് കേട്ടോ. എൻ്റെ പഴയ കുഞ്ഞുനാളത്തെ നമ്മുടെ അവിടുത്തെ ആ തീ കാച്ചുന്നതൊക്കെ. ഇപ്പം കുഞ്ഞുങ്ങളെയൊന്നും കാണാനില്ല. 6 മണിക്ക് മുന്നേ സ്ഥലം കാലിയാക്കും. പിന്നെ അവരെ നമ്മളെപ്പോഴും കാണാൻ കേട്ടോ. നമുക്ക് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. എന്തുവാണെന്നൊന്നും പറയാൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ വീഡിയോ എടുത്ത് വെച്ചെങ്കിലല്ലേ നമ്മൾ ഇന്നതാണെന്ന് പറയാൻ നോക്കൂ. അപ്പോൾ ഇതിപ്പോൾ സുഖിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ബ്യൂട്ടി ടിപ്പൊന്നും ചെയ്യട്ടെ അല്ലേ. ഇന്ന് നമ്മൾ ചെയ്താലോ അങ്ങനെ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാം കേട്ടോ. വായോ എല്ലാവരും. നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തത്തില്ലേ രാവിലെ. ഇവിടെ രാവിലെയും വൈകിട്ട് നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ എടുക്കാൻ വരുമ്പം നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലും ഇതുപോലൊരു ചട്ടിക്കകത്ത് നമ്മൾ കേട്ടോ നിറച്ചും വെള്ളം ഒഴിച്ച് വെച്ച് നമ്മുടെ തെറ്റിപ്പൂവ്, തുളസിപ്പൂവ്, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ്, ഇതെല്ലാം നമ്മൾ ഇട്ട് വയ്ക്കും കേട്ടോ. പിന്നെ മഹാലക്ഷ്മിക്കാണോ പാർവതി ദേവിക്കാണോ കേട്ടോ വെള്ളപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴതിനകത്ത് ഞാനാണെങ്കിൽ നമ്മുടെ പിച്ചിപ്പൂ, വേറെ പാലയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ദേവിക്ക്
മണമുള്ള വെള്ളപ്പൂവാണ് ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിവിടെ മുല്ലപ്പൂ കിട്ടത്തില്ല, അതിന് സുപ്പുവിൻ്റെ പിച്ചിപ്പൂ എപ്പോഴും പറിച്ചിടാറുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നിറകുടം കണ്ട് നമുക്ക് എന്തെങ്കിലും യാത്രയ്ക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിപ്പോയാൽ അത് നല്ല ഇത് നമുക്ക് നല്ല ശകുനമാണെന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴ് എല്ലാ വീടുകളിലൊന്നും ഇങ്ങനെ വെക്കാറില്ല. നേരത്തെ ഉണ്ടല്ലോ ഓട്ടുരുളിക്കകത്ത് ഇവിടെ ഞാൻ ഓട്ടുരുളിക്കകത്ത് വെച്ചിരുന്നു. പക്ഷെ നമ്മൾ അതിവിടെ വെച്ചിട്ടൊക്കെ പോയാൽ അറിയത്തില്ലല്ലോ, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ. പിന്നെ ഞാൻ അതിന് മുന്നേ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഒരു ഉരുളി മാതിരി അതിനകത്ത് ഞാൻ ഇതേപോലെ നിറച്ച് വെച്ചിരുന്നു. പക്ഷേ അതത്ര ഇതല്ല കേട്ടോ, നമുക്ക് അത് അത്ര എന്താ അതത്ര ഇതല്ല കേട്ടോ ആ ഒരു ഇത്. പക്ഷേ ഒന്നീ മൺചട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓടിൻ്റെ ഇതേപോലെ ചട്ടി ആയിരിക്കണം കേട്ടോ. അപ്പോഴേ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേ ഒന്നീ ഞാൻ വെക്കും, അല്ലെങ്കിൽ മോന് അല്ലെങ്കിൽ നമ്മുടെ അണ്ണൻ ആരെങ്കിലും രാവിലെ ഇത് ചെയ്യും കേട്ടോ. അപ്പോഴേ ഞങ്ങളുടെ ഒരു വിശ്വാസം ഇതും കണ്ടിട്ട് പോയാൽ നല്ലതാണെന്നൊക്കെ നമുക്കൊരു ഇത്. അല്ലെങ്കിലും പണ്ടുള്ള വീടുകളിൽ ഇങ്ങനെ കിണ്ടിയിൽ നിറച്ചും വെള്ളവും അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു പണ്ടുള്ള വീടുകളിൽ. ഇപ്പം പക്ഷേ അതൊന്നും ആരും വെക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു വിശ്വാസം, അതവിടെ ഇരിക്കട്ടെ. എന്നും നമ്മൾ ചട്ടി കഴുകി ഇതേപോലെ പൂവും തുളസിപ്പൂവും എല്ലാം ഇട്ട് വയ്ക്കും കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ? ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ സുപ്പിനോട് പറയണം കേട്ടോ. എനിക്കിഷ്ടമാണ് ഇതൊക്കെ. വിളക്ക് നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥനാ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. ഞാനത് ചെയ്യുകയും ചെയ്യും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ, എൻ്റെ കിളിമക്കളെ കാണാൻ. അപ്പോഴേ ചില സമയത്ത് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ അവരതിനകത്തിരുന്ന് ഇങ്ങനെ അനങ്ങും കേട്ടോ, നല്ല രസമാണ്. ഇടയ്ക്ക് ചീറിപ്പാഞ്ഞ് പോകുന്നതാണ് എന്ന് വെച്ചാൽ എനിക്കൊന്ന് കൂടൊക്കെ സെറ്റായിട്ടുണ്ട്, അകത്ത് ആളുമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഒരു ചീറിപ്പാഞ്ഞ് പോകുന്നതെന്ന് വെച്ചാൽ കൂടുണ്ടാക്കാനുള്ള ചെറിയ ചെറിയ നാരുകൾ എടുക്കാൻ ഇവർ പോകുന്നത് കാണാം കേട്ടോ. അനക്കമില്ല. ചില സമയത്ത് നല്ല ബഹളം നടക്കുന്നതാണ്, എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. രണ്ടും കൂടെ ബഹളമായിരിക്കും. എന്തായാലും നമ്മൾ ശല്യപ്പെടുത്താനൊന്നും പോകത്തില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ വിളക്കുമുറി വയ്ക്കാൻ മാത്രം പൂവ് എടുക്കാൻ വരും കേട്ടോ, ശംഖുപുഷ്പം. അല്ലാതെ ഇവിടെ അവർക്കറിയാം ഇവിടെ എപ്പോഴും ആളുണ്ടെന്നറിയാം. അതുകൊണ്ട് പിന്നെ അവരും ബഹളത്തിനില്ല, നമ്മളും ബഹളത്തിനില്ല. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുക. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ഇന്ന് നമുക്ക് റാഗിപ്പുട്ടാണ്. സരസുവിന് കൊണ്ടുകൊടുത്തപ്പോൾ ഉണ്ടല്ലോ, സരസുവിന് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു റാഗിപ്പുട്ട്. അപ്പോഴെന്നോട് ചോദിച്ചു, എന്തോ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അരിപ്പുട്ട് മതിയായിരുന്നു. ഞാനും ഒന്നും മിണ്ടിയില്ല കേട്ടോ. എനിക്കിഷ്ടം കേട്ടോ. ഞാൻ അണ്ണന് റാഗിപ്പുട്ടാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. ആരാടാ അവിടെ പാത്തിരിക്കുന്നേ? വല്ല കുറുവയാണോ? ഈ രാവിലെ സമയത്ത് കുറുവ ഇറങ്ങും, എന്നാ ഞാൻ ഓടിക്കും കുറുവ. വീണ്ടും എന്നെ പേടിപ്പിക്കുക. കിളികളുണ്ട് കേട്ടോ അവരാ. അപ്പോഴും നമുക്കിങ്ങനെ കഥയും പറഞ്ഞ് റാഗിപ്പുട്ട് കഴിക്കാം കേട്ടോ. ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ? ക്രിസ്മസ് ആകുമ്പോഴത്തേന് സുന്ദരന്മാരും ആവണം എല്ലാവരും കേട്ടോ. അതിനു വേണ്ടിയാ സുപ്പു ഈ എളുപ്പത്തിലുള്ള ടിപ്പുകളൊക്കെ കാണിച്ചു തരുന്നത്. ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കൂട്ടി ഞാൻ വെട്ടി, ചണ്ട മണ്ട തലമണ്ട നിന്നെ ഞാൻ കൂട്ടി വെട്ടി കേട്ടോ. ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ഈ പുട്ട് കറിയും കൂട്ടി കഴിക്കാം. പക്ഷെ നമ്മുടെ ഒരു കൊല പഴുത്തത് കൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതാണെങ്കിൽ നമ്മളൊരു ചാമ്പക്കാളി എന്ന് പറയുന്നത് കേട്ടോ. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു കേട്ടോ കായ. നിങ്ങൾ ഒരു കുറ്റി പുട്ടാന്ന് പറയരുത്. എൻ്റെ അണ്ണൻ കഴിച്ചതിൻ്റെ ബാക്കി കേട്ടോ. എന്നോട് പറഞ്ഞു നീ കഴിച്ചോളാൻ. ഒരു കുറ്റി കൊടുത്തപ്പം വേണ്ട,
എന്നോട് പറഞ്ഞു നീ കഴിച്ചോ കരക്കുറ്റി. അപ്പോഴും ഞങ്ങൾ പകത്ത് എടുത്തതായിട്ടാ. ഇത് ഒരു കുറ്റിയാണ്, ആരും പറയില്ലേ. നല്ല ടേസ്റ്റ് ഇത് കേട്ടോ. ഇത് വറുത്തതാ. നമ്മൾ ഫേസ് പായ്ക്കൊക്കെ എടുക്കുന്ന അതാണെങ്കിൽ ആ റാഗിയുടെ പൊടി പച്ച കേട്ടോ. ഇത് വറുത്തതാ. നിങ്ങൾ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞതുണ്ടല്ലോ. നമ്മുടെ സരസുമായിരുന്നു. സരസു ഈ തന്നെ നടക്കുമ്പോഴേ ഒരു കമ്പെടുക്കും ഇപ്പം കേട്ടോ, വീഴാതിരിക്കാൻ. പ്രായമായില്ലേ അമ്മയ്ക്ക്, ഒരു താങ്ങിന് വേണ്ടി. അപ്പോഴമ്മ ഇവിടെ കണ്ട് വന്നേ ശബ്ദം ഉണ്ടാക്കിയതാട്ടോ. എല്ലാവർക്കും കാപ്പിയൊക്കെ എന്തായിരുന്നു? പുട്ടാകുമ്പോൾ എളുപ്പപ്പണി. വീട്ടമ്മമാർ എളുപ്പത്തിനുണ്ടാക്കുന്ന പലഹാരമാണ് പുട്ടെന്ന് പറയുന്നത്. സത്യമല്ലേ? എനിക്ക് ദോശ എളുപ്പമാട്ടോ. നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. ഇനിയാണെങ്കിൽ അടുക്കളയിലോട്ട് കയറണോ വേണ്ടയോ? പുട്ട് തിന്നാനുള്ള അവസ്ഥ എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ഭയങ്കര മടിയാട്ടോ പുട്ട് തിന്നിട്ട് ജോലി ചെയ്യാൻ. ഒന്നും കഴിക്കാതെ വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്യും. പക്ഷേ ഈ പുട്ടെന്ന് പറയുന്ന സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര തളർച്ചയാണ്. പിള്ളേർ ഭയങ്കര തളർച്ചയാണ്, എന്താണെന്ന് അറിയത്തില്ല. കഴിച്ചു കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ രാവിലെ ചോറ് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കത്തില്ല. പക്ഷെ കാപ്പി കുടിക്കാൻ പാടുണ്ടല്ലോ, ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അപ്പോഴാ ഈ സമയമൊക്കെ ആകുമ്പം നമ്മുടെ പൂക്കളെയൊക്കെ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയായിട്ടോ. ചിത്രശലഭമൊക്കെ വീഴും. അപ്പോൾ അവരെയൊക്കെ നോക്കിയിരുന്നു. ഇപ്പം പിന്നെ നിങ്ങളുണ്ടല്ലോ ശലഭങ്ങളായിട്ട് എനിക്ക് കേട്ടോ. നിങ്ങളെ നോക്കിയിരുന്നു എനിക്ക് കഴിച്ചുകൂടെ? നമുക്ക് അടുക്കളയിൽ പോകണം, എന്തെങ്കിലുമൊക്കെ വെക്കണം. നമ്മുടെ അണ്ണ ഉച്ചയ്ക്ക് വരത്തില്ലേ, കഴിക്കാൻ കൊടുക്കണ്ടേ? പോവാം കേട്ടോ. നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി. ചീരത്തോരൻ, മുട്ട പൊരിച്ചത്, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, നാരങ്ങ അച്ചാറ്, നമ്മുടെ രാവിലത്തെ കുറിച്ചിയുണ്ടല്ലോ, കുറിച്ചിൽ, പിന്നെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് മോരുകറി ചില സമയത്ത് കഴിക്കാൻ ഒക്കത്തില്ല, ഭയങ്കര പുളിപ്പ് പല്ല് താങ്ങാൻ ഒക്കത്തില്ല കേട്ടോ. പിന്നെ വേറെ പല്ല് വാങ്ങിക്കേണ്ടി വരും ഞാൻ ചോറുന്നാൻ. അതുകൊണ്ട് നമ്മൾ ചമ്മന്തിയും കൂട്ടി പൊതിച്ചോറിൻ്റെ ഇതല്ല കറികൾ. പിന്നെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഞങ്ങളുടെ ഗ്യാസ് മാമന്മാർ വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ചോറുണ്ടെന്ന്. ഗ്യാസ് കൊണ്ടുവന്ന നമ്മുടെ വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ അങ്ങ് പൊതഞ്ഞു പോയി. നമ്മുടെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എടുത്തല്ലോ. അപ്പോഴാ കുഴിയുള്ള ഭാഗത്തുകൂടെ ഇവർ നമുക്ക് ഗ്യാസ് കൊണ്ടുവന്നതാട്ടോ. അങ്ങ് ഒരു ടയറിൻ്റെ കാൽഭാഗം പൊതഞ്ഞു പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അത് നൂത്തു കേട്ടോ. വണ്ടി ഡ്രൈവർ മാമൻ ഇരുന്ന് ഓടിച്ചു. പിന്നെ തള്ളി ഒന്നി ഞങ്ങളെല്ലാം കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറ്റി കിട്ടിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഗ്യാസ് കിട്ടത്തില്ലായിരുന്നു കേട്ടോ. അയ്യോ പാവത്തുങ്ങളെ, അങ്ങനൊക്കെ വന്നാലുള്ള ഒരവസ്ഥയെ. അപ്പം ഞാൻ ചോറ് ഉണ്ണട്ടെ കേട്ടോ. നമ്മുടെ കുറിച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ. നല്ല മീനായിരുന്നു, നല്ല പച്ചയായിരുന്നു. തുറന്നോളാം. രാവിലെ ഗേറ്റ് തുറന്നതാ. ചെറിയ ഗേറ്റ് തുറന്നില്ല, വലിയ ഗേറ്റ് തുറന്നു കേട്ടോ. അപ്പോഴീ ഇന്ന് മൊത്തം വരുന്നവർ മൊത്തം നമ്മുടെ ചെറിയ ഗേറ്റിൻ്റെ അടുത്താ വന്ന് നിൽക്കുന്നത്. എന്തുവാ അത്? ബുക്ക്. അതങ്ങനെയാണല്ലോ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? സുപ്പ് വന്ന ചോറൊക്കെ ഉണ്ണട്ടെ. അടിപൊളി കറികളാട്ടോ, സൂപ്പറാണ്, കിടുവാണ് കേട്ടോ, കിടുക്കാച്ചിയാണ്. രാവിലെ എന്ന് ഇങ്ങനെ ഞാൻ വന്ന് നോക്കാറുണ്ട് കേട്ടോ. ആത്തയ്ക്കൊക്കെ കാണാം. ഇപ്പോഴെന്തേ 2-3 ആത്തയ്ക്ക നിൽപ്പുണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. നമ്മുടെ വവ്വാല കൂട്ടന്മാർ തേരത്തില്ല കേട്ടോ. ഇതേണ്ട 2 പേര് പാത്ത് നിൽക്കുന്ന കേട്ടോ. ചിലടത്ത് ഇതിന് സീതപ്പഴം എന്നല്ലേ പറയുന്നത്, നമ്മളിവിടെ ആത്തയ്ക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഇതേണ്ട വലിയ 2 നിൽപ്പുണ്ട് കേട്ടോ.
വലിയ 2 നിൽപ്പുണ്ട്. അപ്പോഴേ അതിനി ഞാൻ വിചാരിച്ച കവറിട്ട് നമുക്ക് നിർത്താമെന്ന്. അല്ലെങ്കിൽ ഇവന്മാർ നമുക്ക് തരത്തില്ല കേട്ടോ, വവ്വാല് കുട്ടന്മാർ തരത്തില്ല. 3 ആത്തയ്ക്കുണ്ട് നമുക്ക് കേട്ടോ. അവിടെ നിൽക്കട്ടെ അവർ. ഞാനിവിടെ എല്ലാം ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ വേണ്ട നമ്മുടെ കാക്കപ്പൂവ്, നല്ല രസം, മുട്ടൻ പൂവാണല്ലോ കാക്കപ്പൂവ്. നല്ല ഭംഗിയാണ് അവനെ കാണാൻ. കണ്ടോ എന്ത് രസം, ആ കളറ് തന്നെ എന്ത് ഭംഗിയാന്ന് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ വേറെ ഉണ്ട് കാക്കപ്പൂ, വേറെ ഉണ്ടല്ലോ. ഇത് വേറൊരു സൈസ് കാക്കപ്പൂ, ഇതിൻ്റെ വേറെ കളറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശംഖുഷ്പമൊക്കെ രാവിലെ നമ്മൾ പറിച്ച് വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ കൊണ്ടുവച്ചല്ലോ, അതൊക്കെ 2 നിൽപ്പുണ്ടല്ലോ. രാവിലെ തുണിയെല്ലാം പെറുക്കിയിട്ടു. രാവിലെ നല്ല കേട്ടോ ചിത്രശലഭം. ഇന്നിപ്പോൾ രാവിലെ കണ്ടില്ല, എല്ലാവരും എവിടെ പോയോ എന്തുവാന്ന്. നമ്മുടെ പിച്ചി സുന്ദരിയുടെ അടുത്ത് ഇങ്ങനെ റൗണ്ടിൽ ഞാൻ പുല്ല് നട്ടു കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ ഒന്ന് തോന്നി അതിൻ്റെ ചുറ്റിനും നമുക്ക് പുല്ല് നടണമെന്ന്. അങ്ങനെ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തു. കിളിക്കുമ്പോൾ നല്ലതായിരിക്കും, ചിലപ്പം കിളിച്ച് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് പിച്ചിപ്പൂ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് തലയിൽ വയ്ക്കാത്തത്. പിച്ചിപ്പൂ കുറവാണ്, വേണ്ട കുറച്ചുണ്ട്, എന്നാലും നമുക്ക് തലയിലായിട്ട് വയ്ക്കാൻ ഇല്ല. അതുകൊണ്ട് ഞാനങ്ങനെ നമ്മുടെ വെള്ളത്തിലൊക്കെ കൊണ്ടിടും. പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് കേട്ടോ, നല്ല ഒന്ന് നിറച്ചും പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. പിന്നെ എനിക്ക് അപ്പുറത്തുമുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. വേറൊരു പിച്ചിയ ഇത് കേട്ടോ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും 2 സൈസാണ്. ഇതിൻ്റെ പൂവിൻ്റെ അടുത്തൊരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് വെള്ളയാണ്, ഇതിനൊരു അടിഭാഗത്ത് മൊട്ടൊക്കെ വരുമ്പോൾ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്തും എനിക്ക് പൂ പിടിച്ച് വരുന്നുണ്ട്. ഇത്രയായി കേട്ടോ, ഇത്രയായി. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കുന്നത് നമ്മൾ അവിടെ ചെയ്തതുപോലെ ചെറുതായിട്ടൊരു സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. പക്ഷെ അല്ലാതെ നമുക്ക് ഈ മേളിലിങ്ങനെ പടർത്താൻ പാടാട്ടോ. മേളിലിങ്ങനെ നമ്മൾ എത്ര വലിച്ച് കെട്ടിയാലും പൊട്ടിപ്പോവും, കയറ് പൊട്ടിപ്പോവും. അപ്പോഴേ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അതേപോലെ ഒരു ചെറിയ സ്റ്റാൻഡ്, നീളത്തിലുള്ള ഒരു സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിച്ചി സുന്ദരി നമുക്ക് ഒരുപാട് ഇതേപോലെ പൂവും തരും കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. വളരട്ടെ, ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തേ ഇന്നാളിൽ കേട്ടോ. ചിന്നുകുട്ടിയേ, എങ്ങനെയാന്നാ വിളി കേൾക്കുന്നേ? എന്തോന്നല്ലേടി വിളി കേൾക്കുന്നേ? എന്തോ ഇങ്ങനല്ല വിളി കേൾക്കുന്നേ. ചിന്നുവേ, ഇങ്ങനല്ലെന്ന്. ചിന്നേ, നിനക്ക് തേങ്ങ വേണോ? തേങ്ങ വേണമെങ്കിൽ ഓടി വായോ. അതോ ഉമ്മുമ്മി മതിയോ? എന്താ വേണ്ടേന്ന് പറ. ഉമ്മുമ്മി വേണോ തേങ്ങ വേണോ? ഇടി ചിന്നുവേ പോവാന്നോ? എന്തൊരനുസരണ പെണ്ണിന് രാവിലെ. വാടി ഇവിടെ, തേങ്ങ തരാം വാ. ചിന്നുവേ, തുള്ളി പോടല്ലോ. ചിന്നേ.